ആലപ്പുഴ സുഭദ്ര കൊലക്കേസിൽ പ്രതികളുമായി ഇപ്പോൾ പോലീസ് കൊലപാതകം നടന്ന മാത്യൂസിൻ്റെയും ശർമിളയുടെയും വീട്ടിൽ തെളിവെടുപ്പ് നടത്തുകയാണ്. നേരത്തെ കോടതിയിൽ ഹാജരാക്കിയ ഘട്ടത്തിൽ താനല്ല കൊലപാതകം നടത്തിയത് എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ശർമിള പറയുന്നുണ്ടായിരുന്നു. മാത്യൂസ് ഇപ്പോൾ കൊല ചെയ്ത് കുഴിച്ചിട്ട ആ കുഴിക്കരികിൽ നിന്നുകൊണ്ട് പോലീസിനോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അനഘ ഹർഷനുണ്ട് വിവരങ്ങളുമായി. അനഘ, നാട്ടുകാരെ ഞെട്ടിച്ച കൊലപാതകമാണ്. ആ പ്രദേശത്തുള്ളവർ അവിടെ തടിച്ചുകൂടിയിട്ടുണ്ടെന്ന് കരുതുന്നു. ഈ തെളിവെടുപ്പ് തടസ്സപ്പെടുത്തുന്ന രീതിയിൽ നാട്ടുകാർ എത്തുന്നുണ്ടോ? എന്താണ് അവിടുത്തെ കാഴ്ച? സ്മൃതി, നിലവിൽ ഈ സുഭദ്രയെയും മാത്യൂസിനെയും ഈ സുഭദ്ര കൊലക്കേസിലെ പ്രതികളായിട്ടുള്ള മാത്യൂസിനെയും ശർമിളയും കാണാൻ ഈ പ്രദേശത്തെ ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ട്. അവരൊക്കെ പറയുന്നത് ഇത്തരത്തിലൊരു കൊടും ക്രൂരത ചെയ്തിട്ട് തങ്ങൾക്ക് മുന്നിലൂടെ അവർ പലപ്പോഴും ഇതിന് കൃത്യം നടത്തിയതിന് ശേഷവും അവർ ഈ പ്രദേശത്തൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടും അവർ തങ്ങൾക്ക് മുന്നിലൂടെ പോയിട്ടുണ്ട്. അവരെ ഇന്ന് ഈ ദിവസം അവരെ കാണണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ നാട്ടുകാരൊക്കെ തന്നെ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. നിലവിൽ ഈ വീട്ടിൽ നിന്ന് അല്പം മാറി മറ്റൊരിടത്തേക്കാണ് നമ്മൾ ഇപ്പോൾ തെളിവെടുപ്പ് എത്തിയിരിക്കുന്നത്. ഈ പ്രതികൾ ഈ കൊലപാതകത്തിന് ഉപയോഗിച്ച ഒരു വസ്തു ഈ കാട്ടിൽ ഉപേക്ഷിച്ചിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിനോട് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ മാത്യൂസിനെയും ശർമിളയും കൊണ്ട് ഈ പരിസരത്തേക്ക് എത്തിയിരിക്കുന്നത്. ഈ ഭാഗത്ത് ഈ കൊലയ്ക്ക് ഉപയോഗിച്ച സാധനം ഷാൾ ഉപേക്ഷിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ നിന്ന് അവിടെ ഒരു തുണി കാണാമല്ലോ, സാരിയും മറ്റും ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഒരു റോസ് കളറിൽ ഒരു അതെ 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 ക്യാമറ കുറച്ചുകൂടി ആ ഭാഗത്തേക്ക്. ഇത് ഈ കൊലയ്ക്ക് അതെ, ഈ വീടിനോട്, ഈ കലവൂരിലെ ഈ വീടിനോട് ചേർന്ന് ഉള്ള ഒരു ചളിക്കുണ്ടാണ് ഇവിടെ. ഈ ഭാഗത്ത് ഇവർ ഉപേക്ഷിച്ച ഈ സുഭദ്രയുടെ ഈ കൊലപാതകത്തിന് ഉപേക്ഷിച്ച ഒരു തലയണ, ഈ തലയണയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു റോസ് കളറുള്ള ഒരു തലക്കണയാണ്. ഈ സുഭദ്രയെ ഈ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച തലയണയാണ് ഇതാണെന്നാണ് അന്വേഷണ സംഘത്തോട് ഈ പ്രതികൾ നിലവിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് ഈ കലവൂരിലെ ഈ വീട്ടിൽ നിന്ന് അല്പം മാറിയിട്ടുള്ള ഒരു ചളിക്കുണ്ടാണ്. ഇവിടേക്കാണ് നിലവിൽ പ്രതികളുമായി അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് മാത്യൂസ് അന്വേഷണ സംഘത്തോട്. ഈ തലയണ ഉപയോഗിച്ചാണ് ഈ സുഭദ്രയെ കൊലപ്പെടുത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി അന്വേഷണ സംഘത്തോട് ഈ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് നേരത്തെ പോലീസിൽ ഇവർ മൊഴി നൽകിയിരുന്നത്. ഷോൾ ഉപയോഗിച്ച് കഴുത്ത് മുറുക്കി, തലയണ ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ തലയണ ഇപ്പോൾ കിട്ടിയിരിക്കുന്നു പറമ്പിൽ നിന്നും. മാത്യൂസ് തന്നെയാണ് അതെടുത്ത് പോലീസിന് നൽകിയിരിക്കുന്നത്. അതെ അതെ, ആ കാര്യങ്ങൾ അന്വേഷണ സംഘം കൃത്യമായി ആ തലയണ എന്തിനുപയോഗിച്ചു, സുഭദ്രയെ കൊല്ലാൻ ഉപയോഗിച്ചതാണോ എന്ന കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷണ സംഘം ഈ മാത്യൂസിനോട് ചോദിക്കുന്നുണ്ട്. അതിനൊക്കെ തന്നെ കൃത്യമായി മാത്യൂസ് മറുപടി പറയുന്നുണ്ട്. ഈ മാത്യൂസും ഇപ്പോൾ പോലീസിനോട് പറഞ്ഞതനുസരിച്ചാണ് ഈ ഉപയോഗിച്ച തലയണ ഈ വീടിനോട് ചേർന്ന് ഈ ചളിക്കുണ്ടിൽ ഉപേക്ഷിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മാത്യൂസുമായി ഈ ഭാഗത്തേക്ക് തെളിവെടുപ്പ് നടക്കുന്നത്. നിലവിൽ ഈ കാര്യങ്ങൾ അന്വേഷണ സംഘത്തോട് ഈ മാത്യൂസ് വിവരിക്കുകയാണ്. ഈ കൃത്യമായി ഇവിടെ നിന്ന് കാര്യങ്ങൾ എന്താണ് അന്ന് നടന്നത്, സുഭദ്രയെ ഏത് രീതിയിലാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്നൊക്കെ തന്നെ കൃത്യമായി അന്വേഷണ സംഘത്തോട് മാത്യൂസ് പറയുന്നുണ്ട്. നമുക്കറിയാം, പ്രാഥമിക ചോദ്യം ചെയ്യലിൽ തന്നെ ഈ പ്രതികൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. നിലവിൽ ഈ ഭാഗത്ത് നിന്ന് അന്വേഷണ സംഘം മാത്യൂസുമായി മടങ്ങുകയാണ്. ഈ കേസിൽ, സുഭദ്ര കൊലക്കേസിൽ പ്രധാനമായും 3 പ്രതികളാണ് ഉള്ളത്: മാത്യൂസ്, ശർമിള, റൈനോൾഡ്. നിലവിൽ ഈ മാത്യൂസിനെയും ശർമിളയുമാണ് ഈ വീട്ടിൽ, കലവൂരിലെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നത്. ഈ റൈനോൾഡിൻ്റെ കസ്റ്റഡി അപേക്ഷ പോലീസ് അന്വേഷണ സംഘം പിന്നീട് നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ വീട്ടിലെ തെളിവെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. അനഘ, ഇനിയിപ്പോൾ ഈ സ്വർണ്ണാഭരണങ്ങൾ വിറ്റ ജ്വല്ലറിയിലേക്കൊക്കെ ഇന്ന് തന്നെ തെളിവെടുപ്പുണ്ടോ, ഇപ്പോൾ തന്നെ പോകുന്നുണ്ടോ, എന്താണ് അറിയാനാകുന്നത്? അന്വേഷണ സംഘത്തിൽ ആരെങ്കിലും പ്രതികരിക്കുമോ?
നിലവിൽ ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഉടുപ്പിയിൽ ഇവർ സ്വർണം പണയം വെച്ച ജ്വല്ലറി കടകളുണ്ട്. അവിടേക്ക് ഈ പ്രതികളുമായിട്ട് അന്വേഷണ സംഘം പോകും. അതിനുശേഷമായിരിക്കും ഇവർ ഈ ആലപ്പുഴയിലും മറ്റുമൊക്കെ തന്നെ ഈ സുഭദ്രയുടെ സ്വർണം കവർന്നതിന് ശേഷം പണയം വിൽക്കുകയും പണയം വെക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ കടകളിലൊക്കെ തന്നെ തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. ഈ കലവൂരിലെ ഈ വീട്ടിലെ തെളിവെടുപ്പിന് ശേഷം ഈ പ്രതികളുമായി അന്വേഷണ സംഘം നേരെ ഉടുപ്പിയിലേക്കായിരിക്കും പോവുക. ഉടുപ്പിയിൽ ഈ സുഭദ്രയുടെ സ്വർണം പണയം വെച്ച കടയുണ്ട്. അവിടെയായിരിക്കും ഇനി അടുത്ത തെളിവെടുപ്പടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവുക. സ്മൃതി, പ്രതികളുമായുള്ള കലവൂരിലെ ഈ വീട്ടിലെ തെളിവെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. കൃത്യം നടന്ന വീട്ടിലേക്കാണ് നമ്മൾ പറയൂ അനക്ക. തെളിവെടുപ്പ് ഈ വീട്ടിലെ കലവൂരിലെ ഈ വീടുമായി ബന്ധപ്പെട്ട് ഈ തെളിവെടുപ്പ് പൂർത്തിയാക്കി അന്വേഷണ സംഘം ഈ പ്രതികളുമായി മടങ്ങുകയാണ്. ഇനി നിലവിൽ ഈ വീടിനോട് ചേർന്ന മണ്ണിൽ കുഴിച്ചിട്ട രീതിയിൽ ഒരു വസ്തു ഉണ്ട് എന്നാണ് ഈ മാത്യൂസ് പറയുന്നത്. അതിനായുള്ള ഒരു തിരച്ചിലാണ് ഈ ഭാഗത്തിപ്പോൾ നടക്കുന്നത്. ഈ കത്തിച്ചു കളഞ്ഞ ഈ കൊലയ്ക്ക് ഉപയോഗിച്ച എന്തോ ഒരു വസ്തു കത്തിച്ചു കളഞ്ഞ ഒരു സ്ഥലമാണ് ഇവിടെയാണ് അന്വേഷണ സംഘം എത്തി ഇപ്പോൾ മാത്യൂസിനോട് കാര്യങ്ങൾ ചോദിച്ച് അറിയുന്നത്. ഈ ഭാഗത്ത് ഈ സുഭദ്രയെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ഒരുപക്ഷെ അത് ഷാളായിരിക്കും. അത് കത്തിച്ചു കളഞ്ഞ അടയാളങ്ങൾ ഈ ഭാഗത്തുണ്ട്. അതാണ് അന്വേഷണ സംഘം ഇപ്പോൾ മാത്യൂസിനോട് ചോദിച്ച് അറിയുന്നത്. നിലവിൽ ഇവിടെ അന്വേഷണ സംഘം ഈ മണ്ണ് അല്പം നീക്കി എന്താണ് എന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വീടിനോട് ഈ കുഴിയെടുത്ത അതിനോട് ചേർന്ന് അല്പം മാറിയാണ് ഇപ്പോൾ ഈ മാത്യൂസും അന്വേഷണ സംഘവുമൊക്കെ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഈ ഭാഗത്ത് കത്തിച്ചു കളഞ്ഞ ചില ചാരം, അത് എന്തോ ഒരു വസ്തു കത്തിച്ചു കഴിഞ്ഞ ചാരം ഇവിടെയുണ്ട്. അതിനെക്കുറിച്ചാണ് ഇപ്പോൾ മാത്യൂസിനോട് അന്വേഷണ സംഘം ചോദിക്കുന്നത്. ആ കാര്യങ്ങളെക്കുറിച്ചാണ് മാത്യൂസ് വിവരിക്കുന്നത്. സാമ്പത്തിക നേട്ടത്തിനായി ഒറ്റയ്ക്ക് കഴിയുകയായിരുന്ന വയോധികയെ കൊലപ്പെടുത്തുകയായിരുന്നു ഈ ദമ്പതികൾ. ഇതിന് മാത്യൂസിൻ്റെ ബന്ധുവായ റീനോൾഡിൻ്റെ സഹായം ലഭിച്ചിരിക്കുന്നു. ലഹരി എത്തിച്ചത് സ്ഥിരമായി ഇവർക്ക് ലഹരി എത്തിച്ചു കൊടുത്തിരുന്നത് റീനോൾഡാണെന്ന് അറിയുന്നു. സുഭദ്രയെ കൊലപ്പെടുത്തും മുമ്പ് അവർക്കും ലഹരി നൽകിയിരുന്നതായിട്ടും പോലീസ് സംശയിക്കുന്നുണ്ട്.